ഇപ്പോൾ നമ്മുടെ ഫോൺ ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീന് ഒന്ന് ഓൺ ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീച്ചർ ഓൺ ആക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ലോക്ക് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്ക്രീൻ ഒന്ന് കത്തുന്നത് കാണുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു എന്ന് മനസ്സിലാവും. അപ്പം ആ ഒരു ഫീച്ചർ എങ്ങനെ എനേബിൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലോക്ക് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേക്ക് ലോക്ക് സ്ക്രീൻ ഫോർ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പം ഞാൻ പോക്കോയുടെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. പോക്കോയുടെയും റെഡ്മിയുടെയും ഫോണുകളിൽ സെറ്റിംഗ്സ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് മുകളിൽ സെർച്ച് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് വേക്ക് എന്നുള്ളത് സെർച്ച് ചെയ്യുക. വേക്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് വേക്ക് ലോക്ക് സ്ക്രീൻ ഫോർ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് പോലെ ഒരു സെറ്റിംഗ്സ് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പേജിൽ തന്നെ എത്തും. അപ്പം ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു വേക്ക് ലോക്ക് സ്ക്രീൻ ഫോർ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് ഓൺ ആക്കി കൊടുക്കുക. അപ്പം അതിനുശേഷം ഇപ്പം നമ്മുടെ ഫോൺ ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നോട്ടിഫിക്കേഷൻസ് വന്നാൽ സ്ക്രീന് ഒന്ന് കത്തുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.